വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ളൊരു മഞ്ചൂരിയൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള, ക്യാപ്സിക്കം, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, പിന്നെ ഒരു തക്കാളി കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയ സോയാ ചങ്ക്സ് പുരട്ടി വെക്കണം. അതിനായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്കൊരല്പം ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കോൺഫ്ലോർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം വെച്ച് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടാന് ശേഷം നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രൈ ആയതിനു ശേഷം മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആദ്യം സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൊടികളും അതുപോലെ തന്നെ ഉപ്പൊക്കെ ആഡ് ചെയ്യണം. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കവും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ പിടിച്ച് വരണം. അതിനുശേഷം അതിലേക്കൊരു നമുക്ക് വെള്ളത്തിൽ കുറച്ച് കോൺഫ്ലോർ ഒന്ന് കലക്കിയെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേവി നല്ല തിക്കായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരല്പം സോയാ സോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നല്ലോണം സെറ്റായി വരുമ്പം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അതൊന്ന് ജസ്റ്റ് മസാലയൊക്കെ പിടിച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരല്പം ഗരം മസാലയും അതുപോലെ തന്നെ ഒരല്പം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് എന്ത് ചെയ്യണം, മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതിന്. ഒരിക്കലെങ്കിലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരല്പം കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അല്പം മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെക്കുക. ജസ്റ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതാ നമ്മുടെ സോയാ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തീൻ്റെ കൂടെ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.